ഉത്രം, അത്തം, ചിത്തിര, മകയിരം, തിരുവാതിര, പുണർദം, ചോതി, വിശാഖം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി മാസം 27-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പല ജ്യോതിഷപരമായ മാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ചില സമയങ്ങളിൽ പലതരത്തിലുള്ള ഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നിട്ടുള്ളവരും എന്നാൽ അതേസമയം തന്നെ വന്നു ചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ വരെ തട്ടിത്തെറിപ്പിക്കപ്പെട്ട അവസ്ഥ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരുമായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ടായിരിക്കും. മാത്രമല്ല ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് നടക്കുമെന്നുള്ളത് പറയുവാൻ കഴിയുന്നത് ജ്യോതിഷത്തിന് മാത്രമാണ്. അപ്രകാരം നോക്കുമ്പോൾ ഈ ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി മാസം തന്നെ അവസാനിക്കുവാൻ ഒരു ദിവസം ബാക്കി നിൽക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുകയും വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്യും. വെറും സ്വാധീനം എന്നതിലുപരി ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ അന്നേ ദിവസം ഈ 8 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ട് നിലവിലുള്ള പല ജീവിത സാഹചര്യങ്ങളിലും ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ചില ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രത്യേക രീതിയിലുള്ള പ്രതിസന്ധികളെപ്പറ്റി ചിന്തിച്ച് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് പല ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരും. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജോലി വരെ നഷ്ടപ്പെട്ട് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇതിലുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു വരുമാനം ഇല്ലാതായപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയേറെയാണ്. ഇനി അതുകൂടാതെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മമേഖലയിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്ന ചില കന്നിരാശിക്കാരും ഇതിലുണ്ട്. അതായത് നല്ല ജോലി ഉണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരികയും അതുപോലെ തന്നെ കിട്ടേണ്ട ശമ്പളത്തുക പോലും കൃത്യമായി കിട്ടാത്ത അവസ്ഥ നേരിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഭാഗ്യമായാണ് വരുന്നത്. അതായത് നിങ്ങൾ പോലും അറിയാതെ ഇത്തരത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ മാറുകയും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പുരോഗതി കർമ്മമേഖലയിൽ കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായും ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച വളരെ ഗുണകരമായ ഒരു ദിവസമാണ്.
പ്രത്യേകിച്ച് കടബാധ്യതകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടി മനസ്സമാധാനം പോലുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർ ഇനി മുന്നോട്ട് ജീവിതത്തിൽ നിറവേറ്റേണ്ട ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്തെടുക്കണമെന്നറിയാതെ വിഷമിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആവശ്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സാമ്പത്തിക വഴികളും നിങ്ങൾക്ക് മുന്നിലില്ല. എന്നാൽ ഒരു അതിശയം പോലെ നിങ്ങളിലേക്ക് ഒരു ധനവരവ് ഉണ്ടാവുകയും നിങ്ങളുടെ ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം കാണുന്നത്. ഒപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിലും കന്നിരാശിക്കാർക്ക് ഏറ്റവും മികച്ച സമയമാണ് ഇത്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ മാതാപിതാക്കളുമായും കുടുംബത്തിലെ ചില വ്യക്തികളുമായും തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം വീട് വിട്ട് കഴിയുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതൊരു പക്ഷേ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിലും, അതല്ല നിങ്ങൾ തെറ്റുകാർ ആണെങ്കിലും, കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിട്ടിരുന്ന ആ ഒരു പ്രശ്നം പരിഹാരത്തിലേക്ക് എത്തുവാൻ പോകുന്ന സമയവും കൂടിയാണ് ഇത്. ഇനി അതുകൂടാതെ എന്തൊക്കെയോ തരത്തിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം സമാധാനക്കേടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കന്നിരാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതൊരു പക്ഷേ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ, അതല്ല എന്നുണ്ടെങ്കിൽ അതിർത്തി തർക്കങ്ങളോ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങളോ ആകാം. അത്തരത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും അതിലൂടെ വളരെ വലിയ ഒരു സമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഈ വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് വന്നു ചേരുന്നത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും കന്നിരാശിയിൽ പിറന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം തന്നെ ഈ ഒരു ദിവസം ഏറ്റവും മികച്ചതായിരിക്കും. ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മിഥുനം രാശിക്കാരിൽ 100-ൽ 95% ആളുകളും കുറച്ച് നാളുകളായി ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളിലൂടെയും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ദുഃഖങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ദിവസവും ജീവിതം ശരിയാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവത്തിൽ വരുന്നത്. എന്നാൽ എത്രയൊക്കെ ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം അത്രയധികം ഭാഗ്യകരമായാണ് നിങ്ങളിൽ കാണുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്ന ചില മിഥുനം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു മനസ്സമാധാനവും ഇല്ലാത്തത് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ്. കാരണം കടം കയറി ഇപ്പോൾ ഉള്ള വീടും പുരയിടവും വരെ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ഏതോ വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നു. അതായത് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ തുക കയ്യിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കിടപ്പാടം വരെ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഭയക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിങ്ങളിൽ ഉണ്ടാകാതെ ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ തക്കതായ ഒരു സാമ്പത്തിക വഴി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഇത്. അതുമാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള ചില മിഥുനം രാശിക്കാർക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ ഒട്ടനവധിയാണ് നേരിടുന്നത്. അതായത് എങ്ങനെയൊക്കെയോ വീട് പണി ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചെങ്കിൽ പോലും അത് ഒന്ന് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം ഉടനടി തന്നെ പൂർത്തീകരിച്ച് എടുക്കുവാനും
അവിടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള യോഗവും നിങ്ങളിൽ ഈ ഒരു സമയത്ത് വളരെയധികമാണ് കാണുന്നത്. വീട് പണി തുടങ്ങി വെച്ചവർക്ക് മാത്രമല്ല, സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുകയും എന്നാൽ കാലങ്ങളായി വാടക വീടുകളിൽ കഴിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുനം രാശിക്കാർക്കും ഈ ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ഈ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഫെബ്രുവരി 27 വെള്ളിയാഴ്ച മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ദൂരയാത്രകൾ നടത്തുവാനും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമെല്ലാം തന്നെ ഗുണകരമായ ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ഏതൊക്കെയോ മിഥുനം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി വളരെയധികം പ്രതീക്ഷയുണ്ടെങ്കിലും അതേസമയം ചെറിയ തോതിലുള്ള ഭയവും മനസ്സിലുണ്ട്. എന്നാൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ജീവിത വിജയം നേടുവാൻ കഴിയുമെന്നതാണ് ഫലപ്രകാരം കാണുന്നത്. ഒപ്പം തന്നെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് ഈ ഒരു സമയത്ത് ഒട്ടനവധി നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് ഫെബ്രുവരി 27 വെള്ളിയാഴ്ച അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, വസ്തുവിൽപ്പന, വാങ്ങൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭകരവും സന്തോഷകരവുമായ ഫലമായിരിക്കും ലഭിക്കുക. ഇനി ഇതിനെല്ലാം പുറമെ ചില മിഥുനം രാശിക്കാർക്ക് സമൂഹത്തിൽ പ്രശസ്തി നേടിയെടുക്കുവാനും അന്തസ്സ് വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെയോ മിഥുനം രാശിക്കാർക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം കൈയടക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് കാണുന്നത്. ഒപ്പം തന്നെ മറ്റുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയം മികച്ചത് തന്നെയാണ്. മാത്രമല്ല, വ്യാഴം ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ മിഥുനം രാശിക്കാരിൽ വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങളും തടസ്സങ്ങൾ നീങ്ങി നടക്കുവാൻ പോകുന്ന സമയമാണ് വരുന്നത്. അതിനാൽ തന്നെ വിവാഹ തടസ്സം അനുഭവിക്കുന്ന ഒരു മിഥുനം രാശിയിൽ പിറന്ന വ്യക്തിയോ മിഥുനം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന സമയം തന്നെയാണ് ഇതോടെ തെളിയുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽക്കാരിൽ നിന്ന് വസ്തുതർക്കം പോലെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള ഉപദ്രവം നേരിടുന്ന ചില മിഥുനം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നു. അതായത് അത്തരത്തിൽ അവരിൽ നിന്ന് നേരിടുന്ന ഉപദ്രവം കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഭൂമി വിറ്റ് മറ്റെങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന രീതിയിൽ വരെ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണുവാനും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് അകലുവാനും പോകുന്ന സമയവും കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ശത്രുദോഷത്തിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടുവാനായി നിങ്ങൾ ചെയ്യേണ്ട പരിഹാര കർമ്മം ഈ അധ്യായത്തിൻ്റെ അവസാനം നാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ഈ വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുന്ന ഫെബ്രുവരി 27 വെള്ളിയാഴ്ച മിഥുനം രാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ലവലേശം ഭയം ആവശ്യമില്ല. കാരണം നല്ല ആരോഗ്യസ്ഥിതിയോടെയും മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒട്ടനവധി ശുഭകരമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. ഇനി ഈ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച നടക്കുവാൻ പോകുന്ന വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിലൂടെ ഒരു വലിയ മാറ്റം ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഉണ്ടാകുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും തീർത്തും പ്രതീക്ഷിക്കാത്ത ചില
സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന സമയമായിരിക്കും ഇത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് പല തുലാം രാശിക്കാരും ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയും മറ്റു പലരും ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷ തന്നെ അസ്തമിച്ച അവസ്ഥയിൽ ഇരിക്കുകയുമാണ് എന്നതാണ് സത്യം. ഇതിൽ ഒന്നാമതായി തന്നെ പറയുമ്പോൾ, ഇന്ന് ഈ അധ്യായം കാണുമ്പോൾ പല തുലാം രാശിക്കാരും ഏറ്റവും അധികം മനസ്സ് വിഷമിക്കുന്നത് ചില കുടുംബ പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ചാണ്. അതായത് ഒരു സമാധാനവുമില്ലാതെ എപ്പോഴും കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും കലഹങ്ങളും ഇപ്പോൾ പരസ്പരമുള്ള ബന്ധം വരെ വഷളായ തരത്തിലുള്ള അവസ്ഥകളും നേരിടുന്ന വ്യക്തികൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തകർച്ച സംഭവിച്ചു എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി മുന്നോട്ട് ഈ ഒരു കാര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയും പല വ്യക്തികൾക്കും ഉണ്ട്. കാരണം പലരും കുഞ്ഞുങ്ങളെ ഓർത്ത് കുടുംബത്തെ ഉപേക്ഷിക്കാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. മറ്റു ചിലരാണെങ്കിൽ തനിച്ചായി പോകുമോ എന്നുള്ള ഭയത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ഇത്തരത്തിൽ വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യം നേരിട്ടിരുന്ന തുലാം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന സമയത്ത് ഒരു പരിധിവരെ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ അകലുന്നത് കാണുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ഒരു മാർഗം തെളിയുകയും ചെയ്യും. ഇത്തരത്തിൽ കുടുംബ ബന്ധത്തിലും ദാമ്പത്യ ജീവിതത്തിലും മാത്രമല്ല, ഈ ഒരു സമയം എന്ന് പറയുന്നത് തുലാം രാശിക്കാരായിട്ടുള്ള പ്രണയിക്കുന്ന വ്യക്തികൾക്കും ഏറ്റവും ശുഭകരമായ സമയമാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളുണ്ട്. അതായത് മക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന വിവാഹ തടസ്സം നിങ്ങളെ വല്ലാതെ മാനസിക സംഘർഷത്തിലാക്കുന്നുണ്ട്. കാരണം വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഓരോ തടസ്സങ്ങൾ മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരിലെ വിവാഹ തടസ്സങ്ങൾ ഇല്ലാതാവുകയും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിൽ മംഗളകരമായി നിങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്യുവാൻ പോകുന്ന തരത്തിലാണ് ഈ വ്യാഴം നിങ്ങൾക്ക് ഗുണഭാവത്തിൽ നിൽക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യം, തുലാം രാശിക്കാർ സമ്പത്തിനെ തേടി പോയില്ലെങ്കിലും പണം നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിട്ടായിരിക്കും ഈ ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച പല തുലാം രാശിക്കാർക്കും അനുഭവത്തിൽ വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില തുകകൾ പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ലാഭം പല തുലാം രാശിക്കാർക്കും ഉണ്ടാകുവാനും പോകുന്ന സമയത്തിൻ്റെ തുടക്കമാണിത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ സംരംഭങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തുലാം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്തയെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഇതോടെ വന്നു ചേരും. മാത്രമല്ല, ഈ ഒരു ദിവസം തുലാം രാശിക്കാരിൽ ലോട്ടറി ഭാഗ്യം വരെ കാണുന്നുണ്ട്. ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില തുലാം രാശിക്കാർ നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ വരുന്നത് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ആരോഗ്യത്തോടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് കുറച്ച് നാളുകളായി കഴിയുന്നില്ല. ഒപ്പം തന്നെ വീട്ടിലുള്ള ചില കുഞ്ഞു കുട്ടികൾക്കും മാറി മാറി രോഗങ്ങൾ വരുന്നത് കൊണ്ട് വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളും ഇതിലുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നേരിട്ടിരുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഈ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുമെന്ന കാര്യം അച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മഹാഭാഗ്യങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണകരമായ സ്വാധീനം കൊണ്ട് വന്നു ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഫെബ്രുവരി 27-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഒട്ടനവധി ജീവിത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.